만나면 눈물 차올라 바보 같은 난 아무 말 못해 말해줘 Merry Merry Christmas 안녕 잘 지내는 거지 ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയാടേ? ഇവര് ഇനി എവിടെ പോയാലും ഈ ഡിസംബർ വരെ മറക്കത്തില്ല. ഏത് കടലുണ്ടാലും മറക്കുന്നത്. നെട്ടണ്ടേ It's the most beautiful time of the year. Lights fill the streets, spreading so much cheer. I should be playing in the winter snow, but I'ma be under the mistletoe. I don't wanna miss out on the holiday, but I can't stop staring at your face. I should be playing in the winter snow, but I'ma be under the mistletoe. Shawty with you, shawty with you.
ഞങ്ങളുടെ ക്രിസ്മസ് ഈവ് കഴിഞ്ഞു. പള്ളിയിലത്തെ പരിപാടി അടിപൊളിയായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്തതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കണ്ടു കാണും. ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാം പെട്ടെന്ന് തീർന്നു അല്ലേ, കാരണം നമ്മുടെ പ്രിപ്പറേഷൻസ് കുറേ ഉണ്ടായിരുന്നു, ടെൻഷൻ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തീർന്നു അല്ലേ, എങ്കിലും അത് എൻജോയ് ചെയ്യാൻ പറ്റി. വി മെയ്ഡ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പം നാളത്തെ ക്രിസ്മസൂടെ ആരാധനയോടെ കഴിഞ്ഞാൽ എന്ത് പൂർത്തി ആയിട്ട് പറയാൻ പറ്റുമോ, എങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് ക്രിസ്മസ് സീസൺ. ന്യൂ ഇയറോടെ പെട്ടെന്ന് കഴിയുന്നല്ലോ എന്നൊരു വിഷമമുണ്ട്, പക്ഷേ ഇറ്റ് വാസ് വെരി ഗുഡ്. എന്റെ മുഖമാണ് കാണുന്നത്. കുറേ ഫോട്ടോസ് കൊച്ചിലൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാൻ ക്യാമ്പിലിരിക്കുന്നുണ്ട്, ഞാൻ അമ്മയെ കടിയുണ്ടാക്കിയതുണ്ട്, ദേഷ്യപ്പെട്ട് വീട്ടിൽ ഇറങ്ങുന്നതുകൊണ്ട് എല്ലാ ഫോട്ടോസും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇമോഷൻസും ഉണ്ട്. ഇപ്പൊ എനിക്ക് ആ ഫോട്ടോസ് ഓരോന്നോരോന്നും നമുക്കിത് സമയം തരും. സമാധാനത്തിൽ നിങ്ങളുടെ സമയം എടുത്ത് ആ ഫോട്ടോസിലൂടെ നല്ലതായാലും പന്നലായാലും വണ്ടി കഴിക്കാണ്ട് റോഡിൽ നടക്കുന്നതിനെന്ന് പറയണേ. എടുത്ത് വെക്കണം. ഹായ് എവ്രി വൺ. ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വേർഡ്സ് ഓഫ് മേരി ഫ്രം 2025. കാരണം ഇനി കുറച്ച് മണിക്കൂറുകൂടെ ഉള്ളൂ, കുറച്ച് മണിക്കൂർ മീൻസ് വളരെ കുറച്ച് മണിക്കൂറുകൂടെ ഉള്ളൂ 2025 അവസാനിക്കാൻ, 2026 സ്റ്റാർട്ട് ചെയ്യാൻ. എന്താ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു വർഷം തീർന്നു. സമയമുണ്ടെന്ന് വിചാരിക്കുമെങ്കിലും പെട്ടെന്ന് എല്ലാം കഴിയുന്നില്ല, എസ്പെഷ്യലി കോവിഡിന് ശേഷം എല്ലാം പെട്ടെന്ന് കഴിയുന്നില്ല തോന്നി. ഇനിയിപ്പം രാത്രി ഞങ്ങൾ പള്ളിയിൽ പോവും 10 മണിയാകുമ്പോൾ, പിന്നെ പിറ്റേന്ന് 12 മണി കഴിഞ്ഞ് 1 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തും. അങ്ങനെയാണ് ആരാധന ഉണ്ട്. അപ്പം അതിന് പോകണം. അപ്പം ആ സമയത്ത് ടൈം കിട്ടാത്തതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ സമയം ആവാറാവുന്നു, 10 മണി, ഒരു 7 ഒക്കെ ആവുന്നു. ഈ ഒരു ഇയർ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മെമ്മറബിൾ ആയിരുന്നു. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇയറാണ്. കുറേ പേർക്ക് ഇത് വേഴ്സ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞാലും എനിക്കിത് വേഴ്സ്റ്റ് ആൻഡ് ബെസ്റ്റ് ഇയർ അങ്ങനെ തന്നെ പറയാം. കാരണം എല്ലാം നല്ലതെന്ന് ഞാൻ പറയത്തില്ല, എല്ലാം പറ്റില്ലെന്നും പറയത്തില്ല. പക്ഷെ കുറേ നല്ല ഓർമ്മകൾ, കുറേ നല്ല അനുഭവങ്ങൾ, അതേസമയം കുറേ അനുഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളൊരു വർഷമായിരുന്നു. ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരു ഇയർ റീക്യാപ്പ് അടിച്ചതെന്ന് വിചാരിച്ച് ഗാലറി കൂടെ നോക്കുമ്പോൾ ആ ഒരു നമ്മുടെ ഇയർ തുടക്കത്തിൽ ജാനുവരിയിലൊക്കെ ഉണ്ടായിരുന്ന എന്തൊരു ഇമോഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഇവന്റ്ഫുൾ ആയിരുന്നു കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര നൊസ്റ്റാൾജിയ. ഈ വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. അത് ഈ ഒരു വർഷം പോലെ ജീവിക്കുമ്പോൾ ഒന്നുമില്ല, ഭയങ്കര ബോറിങ്. എങ്ങനെയും ഒന്ന് തീർന്നാൽ മതി, അല്ലെങ്കിൽ എസ്പെഷ്യലി സ്റ്റുഡൻ്റ് കൂടെ ആയതുകൊണ്ട് എങ്ങനെയും ഒന്ന് ക്ലാസ് തീർന്നാൽ വിചാരിച്ച് ബോറടിച്ച് ദിവസം തള്ളി നീക്കുമായിരുന്നാലും ഇപ്പം പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ഡിഫറെൻ്റ് ആയിരുന്നു ഓരോ ദിവസവും എന്ന് ഓർക്കുമ്പോഴും. എന്താ പറയുക, ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ എസെൻസ് എന്ന് തോന്നി. നമ്മൾ എത്ര ബോറിംഗ് ആണെന്ന് പറഞ്ഞാലും
സംതിങ് ഈസ് ഓൾവേസ് ഹാപ്പനിങ്. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഈ നിമിഷം. ഈ ഒരു വർഷം എന്നെ നടത്തി. എനിക്ക് ഈ ഒരു വർഷം കാണാൻ ദൈവം സഹായിച്ചു, ഈ ഒരു വർഷം പൂർത്തിയാക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ കുറേ എല്ലാം ദൈവകൃപ കൊണ്ടാണ്. വെറുതെ ഞാൻ മാത്രം ശ്രമിച്ചുകൊണ്ടൊന്നും നടക്കത്തില്ല. എൻ്റെ ചുറ്റുമുള്ളവരെ കുറച്ചുകൂടെ എനിക്ക് എന്താ പറയുക, അവരോട് അടുക്കാൻ പറ്റി, അവരുടെ സ്നേഹം കുറച്ചുകൂടെ കിട്ടാൻ പറ്റി. എനിക്ക് കുറേ പേരെ പുതിയ പുതിയ സുഹൃത്തുക്കളെ കിട്ടി, കുറച്ചുകൂടെ ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ദിസ് ഈസ് മൈ ഫൈനൽ ഇയർ ആസ് എ ടീനേജ്. അപ്പം എന്താ പറയുക, നല്ല അനുഭവങ്ങളും പന്നനുഭവങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഐ വുഡ് സേ സോ ഫാർ ദിസ് ഇയർ ഇസ് ബെസ്റ്റ്. പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് ആ ഒരു ഇയർ ബെസ്റ്റാന്ന് തോന്നി. ഞാൻ ആ ഒരു ഇയറിൽ എനിക്ക് വേഴ്സ്റ്റ് ഫീലിങ്സിലൂടെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇയർ എൻഡ് ആകുമ്പോൾ ഐ ഓൾവേസ് ഫീൽ ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത പല അനുഭവങ്ങൾ എനിക്ക് കിട്ടി, നല്ലതായിട്ടുള്ള പന്നലായിട്ടുള്ള. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച പല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടി. എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. എല്ലാം എന്താ പറയുക, യൂണിവേഴ്സിൻ്റെ പ്ലാൻ പോലെ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റി. എന്ത് പറഞ്ഞാലും എവരിത്തിങ് വിൽ ബി ഓക്കെ അറ്റ് ദ എൻഡ്. കാരണം ഈ വർഷത്തിൽ ഈ സർട്ടൻ മൊമെന്റ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മടുത്തു, എല്ലാം ഒരു നെഗറ്റീവായിട്ട് പോയൊരു സമയം ഉണ്ടായിരുന്നെങ്കിലും ലുക്കിംഗ് ബാക്ക് ഐ റിയലൈസ്ഡ് ഹൗ ഫാർ ഐ ഹാവ് കം. എല്ലാവരും ഫുൾ സ്റ്റോപ്പ് ആണെന്ന് വിചാരിച്ച സമയത്ത് ഒരു കോമയായിട്ട് എനിക്ക് വരാൻ പറ്റി. ഞാൻ എപ്പോഴും ആൾക്കാർക്കും പറയുന്നത് അതാ, ഫുൾ സ്റ്റോപ്പ് ആണെന്ന് വിചാരിച്ചാൽ ഒരു കോമയായിട്ട് മാറ്റാൻ നമുക്ക് പറ്റണം. പക്ഷെ എപ്പോഴും അത് ഈസി അല്ല. വർഷാവസാനമായിട്ട് ഭയങ്കര തിരക്കായി ഡിസംബറിൽ, പ്രത്യേകിച്ച് പള്ളിയിലത്തെ പരിപാടി അല്ലാതെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നു, ഫാമിലി ഫ്രണ്ട്സ് വന്നു, അങ്ങനെ അവിടെ തിരക്കുണ്ടായിരുന്നെങ്കിലും ഐ എൻജോയ് ദിസ് സീസൺ ടു ദ മാക്സിമം. ഈ ഒരു വർഷം കഴിയുമ്പോൾ ചെറിയ വിഷമമുണ്ട്, കാരണം പെട്ടെന്ന് സമയം പോയില്ലേ. അപ്പം പ്രായം കൂടുന്നു, നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രായം കൂടുന്നു, നമ്മുടെ പാരൻസിൻ്റെ പ്രായം കൂടുന്നു, അതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് എ ബിറ്റ് പെയിൻഫുൾ. പക്ഷേ ഗ്രോയിങ് അപ്പ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അതിനെ പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചിലരിൽ നിന്ന് നല്ല കുറേ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് കിട്ടി. 10th ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വർഷം, കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം +1 ആയപ്പോൾ എല്ലാവരും പല സ്ഥലത്തായിപ്പോയി. പക്ഷെ അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന എന്നെ ആക്കാൻ സഹായിച്ചത്. ഫ്രണ്ട്സിന് മാത്രമല്ല, എൻ്റെ ചുറ്റുപാടും ഈ ഒരു 17 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണോ അവരൊക്കെയാണ് ഇപ്പം ഞാൻ ഹൂ ഐ ആം ടുഡേ ആ ഒരു ആളായിട്ട് മാറ്റാൻ എന്നെ സഹായിച്ചത്. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദിസ് ഇയർ. നിങ്ങൾക്കും അങ്ങനെ ആകട്ടെ. ആൻഡ് വിഷിംഗ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. മുഖവിശുദ്ധോടുകൂടെ ചേർത്ത് നിലവിളിക്കുന്ന ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ആ പ്രവാചകനിൽ കൂടെ തന്നെ സ്തുതി ബഹുമാനം പുതിയ വർഷത്തിൽ പ്രവേശിക്കാൻ ദൈവത്തിനാഗ്രഹമല്ലോ. കർത്താവേ, കൂടുതൽ സുഖത്തോടുകൂടി ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ മൂടം കളയാ. അതാ എന്റെയും പേടി. അതാ ഇന്ന് രാവിലെ ആരുടെയും മരണമെല്ലാം കണ്ട് ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ പേടി. ഇത് ഫൈനൽ ബാറ്റിൽ. And you give her the life that you never had.
I don't want to answer this. Oh my god. ഈ സീനിനെ കാണിക്കുന്ന എനിക്ക് പേടിയാണ്. End of an era.